എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയൊക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന കനകയാണ് ആകെപ്പാടെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. എന്തെങ്കിലും ഒരു പണി ജലജയ്ക്കിട്ട് കൊടുത്തിട്ടേ പറ്റുള്ളൂ. കാരണം തൻ്റെ രണ്ട് മക്കളെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കണം എന്ന് അവരുടെ വിചാരം. അതങ്ങനെ നടത്തി കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ലോ. ഇങ്ങോട്ട് കയറി വരട്ടെ എന്നൊക്കെ ഓർത്തോണ്ട് എന്ത് പണി കൊടുക്കും അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് നേരെ മുറിയിൽ ഇങ്ങനെ നടക്കുവാണ്. എന്തെങ്കിലും ഒരു പണി കൊടുക്കണമല്ലോ. പെട്ടെന്നാണ് മനസ്സിലേക്ക് ആ ഇടി വന്നു. ഓടിപ്പോയി ആ കത്രി ഇങ്ങെടുത്തിട്ട് ആ കബോർഡ് തുറന്ന് ജലജയുടെ നല്ല അടിപൊളി കുറേ സാരി ഇങ്ങോട്ട് എടുക്കുവാണ്. സാരി ഇങ്ങ് എടുത്തിട്ട് അതെല്ലാം നല്ല കുനുകുനാന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ഞറക്കി അങ്ങോട്ട് വെക്കുവാണ്. ഏലി കറണ്ട പോലെ തന്നെ അങ്ങോട്ട് വെച്ചു. എന്നിട്ട് അത് അതേവിടെ കൊണ്ട് വെച്ചിട്ട് കട്ടിലായിരുന്നു. അവൾ ഇങ്ങോട്ട് കയറി വരട്ടെ. ഇന്ന് അവൾക്ക് നല്ല പണിയാണ് കിട്ടാൻ പോകുന്നത്. കുളിച്ച് കഴിഞ്ഞ് ഡ്രസ്സ് മാറാനായിട്ട് നോക്കി കഴിയുമ്പോഴല്ലേ കാണാൻ പോകുന്നത്. എന്നിട്ട് ഒന്നും ഇല്ലാത്തവൾ ജലജ അവിടെ കനക അവിടെ കയറി ഇരിക്കുവാണ്. ഈ സമയത്ത് ജലജ അങ്ങോട്ട് വന്നേ. കനക കണ്ടപ്പത്തിന് ചോദിച്ചു, അല്ല നീ എന്തിനാ എപ്പോഴും ഇതിനകത്ത് വന്ന് അടയിരിക്കുന്നേ? ഈ മുറിക്കകത്തിരിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കണം. അത് പിന്നെ ഇപ്പം എൻ്റെ മുറിയും കൂടെ അല്ലേ ഇത്, പിന്നെ എനിക്കിവിടെ കയറി ഇരിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഓ എന്നും പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെയാണോ? ഒന്ന് കിടക്കാനായിട്ട് ഇച്ചിരി സ്ഥലം തന്നോർത്തോണ്ട് എപ്പം നോക്കിയാലും നീ മുറിക്കാത്താണെന്ന് ചോദിക്കും. അല്ല ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനാണോ നിന്റെ പ്ലാന്? മുറിക്കകത്ത് വിലപിടിപ്പുള്ള പല സാധനങ്ങളുണ്ടെന്ന് പറയാം. കനക പറഞ്ഞു, അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. ഈ മുറിയിൽ ഒരു സാധനം ഞാൻ അങ്ങനെ അടിച്ചുകൊണ്ട് പോയിട്ടില്ല. ഇനിയിപ്പോൾ പോകാനും പോകുന്നില്ലെന്ന് പറയണം. ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിന്ന് ദേഹം കഴുകട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ജലജ അങ്ങോട്ട് പോവാണ്. പോയിട്ട് അങ്ങ് സാരി എടുക്കാൻ നോക്കിയപ്പോഴത്തേരും ആദ്യം ഒരു സാരി എടുത്ത് നോക്കിയപ്പോൾ ഒരു കീറലുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്നാ കുറേ 3-4 സാരി മൊത്തം ഇങ്ങനെ കീറി വെച്ചേക്കുക. ജലജയ്ക്ക് മനസ്സിലായി കാര്യം. ജലജ, ദൈവമേ ഇതെന്ത് പരിപാടി ഇതാ, അത് ആരെ കാണിച്ചേച്ചാൽ അത് കാണിച്ച്. ഓഹോ അപ്പം അതാണല്ലേ എന്ന് ചോദിക്കണം. പെട്ടെന്ന് കനയ്ക്ക് ഒന്നും അറിയത്തില്ല മട്ടി ചോദിച്ചു, എന്ത് പറ്റി ജലജ, എന്താ കാര്യം എന്ന് ചോദിക്കണം. നിനക്കൊന്നും അറിയത്തില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്താ ഇങ്ങോട്ട് നോക്കാൻ പറയണം. നോക്കാൻ വന്നിട്ട് കുറച്ച് ഇംഗ്ലീഷിൽ അങ്ങോട്ട് പറയണം. കുറെ ചീത്തയെ കൊണ്ട് പറയാം. ഈ ചീത്തയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കന പറഞ്ഞ്, അതെ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ആ എലിക്ക് മനസ്സിലാവില്ല ഇംഗ്ലീഷ് എന്ന് പറയണേ. എലിയോ എന്ന് ചോദിക്കുകയാണ്. അല്ല ഇവിടെ എലിശല്യം ഉണ്ടെന്നല്ലോ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെയായിരുന്നു എൻ്റെ സാരി എല്ലാം കൂടെ ആ എലി കരണ്ട് അങ്ങോട്ട് വെച്ചത്. എന്ത് എലിശല്യമാണെന്നറിയാവോ? ആ എലീനെ എല്ലാം കൂടെ നമുക്ക് പിടിക്കണമെന്ന് പറയാം. ദേ ഇത് എലിയൊന്നും അല്ലാന്ന് പറയണേ. എലിയല്ലേ പിന്നെ ആരാ? ജലജയ്ക്ക് പറയാനും പറ്റില്ല, പറയാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ആരാണെങ്കിലും പറ, നമ്മുടെ രണ്ടുപേരുടെ പൊതുശത്രുവാണല്ലോ അത്. കഴിഞ്ഞ ദിവസം എനിക്കിട്ട് ഇങ്ങനെ തന്നെയല്ലേ പണി കിട്ടിയത്. നമുക്ക് രണ്ടുപേർക്കും അതിനെ പിടിച്ചങ്ങോട്ട് കൊല്ലാന്ന് പറയാണ്. ഒരു എലിപ്പെട്ടി വെക്കണം എന്ന് ജലജ പറയാണ്. അപ്പം ജലജയോട് കന പറഞ്ഞു, എലിപ്പെട്ടി വെച്ചുകൊണ്ട് ചെറിയ പെട്ടി പോരാട്ടോ, വലിയ പെട്ടി വേണമെന്ന് പറയാം. ഒരാൾ കടക്കാൻ പാത്രമുള്ള പെട്ടി വേണമെന്ന് പറയാം. ജലജ പറഞ്ഞു, വെച്ചിട്ടുള്ളത് നിനക്ക് കിട്ടിയാനെ എപ്പോഴല്ലേ എൻ്റെ കൈ കിട്ടും, ഇതിന് നിന്നോട് ഞാൻ പകരം ചോദിച്ചാളാന്ന് പറയാണ്. പിന്നീട് ജലജ കട്ടിലേക്ക് പോയിരിക്കുക. അല്ല നീ എന്തിനാ വീണ്ടും ഇതിനകത്ത് തന്നെ കയറിയിരിക്കണമെന്ന് ചോദിക്കും. എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ഭയങ്കര ക്ഷീണം, ഈ AC-ക്കകത്തൊന്ന് കിടന്ന് ഉറങ്ങണമെന്ന് പറയാം എന്നും പറഞ്ഞുകൊണ്ട് കനക ആ കട്ടിലേക്ക് അങ്ങോട്ട് കയറി കിടക്കുവാണ്. ജലജയ്ക്ക് അങ്ങോട്ട് പെരുത്ത് കയറി. നിന്നെ ഉണ്ടല്ലോ ഈ സമയത്ത് നീ രക്ഷപ്പെട്ടു, നിനക്കിട്ടുള്ള പണി ഞാൻ തന്നോളാന്ന് പറഞ്ഞിട്ട് ജലജ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. അപ്പൊ കനക പറഞ്ഞു, പൊക്കോ എന്താ പറഞ്ഞ, കഴിഞ്ഞ ദിവസം എൻ്റെ സാരി കീറി കഴിഞ്ഞപ്പോൾ അത് പാഷനാന്ന്. ഇപ്പൊ പാഷനാന്ന് പറഞ്ഞ് ഉടുത്തോളം കണ്ട് നടന്നു ആ കീറിയ സാരി, അതല്ലേ നല്ലതെന്ന് ഓർക്കുവാണ്. പിന്നീട് കാണിക്കുന്ന ആദർശ് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു. ഈ സമയത്താണ് നയനെ അങ്ങോട്ട് വരുന്നത്. നയന എങ്ങ് വന്നിട്ട് ആദർശിനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. ആദർശ് ചാടി എഴുന്നേക്കുക. എന്താ നയന നീ എന്താ കാണിക്കണേന്ന് ചോദിക്കുക. അതെന്താ ആദർശേട്ടൻ, എനിക്കിനി കെട്ടിപ്പിടിച്ചുകൂടെ, എൻ്റെ ഭർത്താവല്ലേ ആദർശേട്ടൻ എന്ന് ചോദിക്കുകയാണ്. അതിനും പറഞ്ഞുകൊണ്ട് ഭർത്താവ് എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ഭാര്യ ഭർത്താക്കന്മാരെ ഇങ്ങനെ കെട്ടിയൊക്കെ പിടിക്കും, ആദർശേട്ടൻ അറിയില്ലെന്ന് ചോദിക്കുകയാണ്. അതെന്നതിനെ നമ്മൾ തമ്മിലൊരു ഡീലിങ്സ് ഉണ്ട്, അത് മറന്നു പോരെന്ന് പറയണം. എന്ത് ഡീലിങ്സ്? എനിക്കിപ്പോൾ ഒരു ഡീലിങ്സും ഇല്ലെന്ന് പറയണം. ദേ എന്നാ പറഞ്ഞത്, കുളിക്കണ്ടേ, ഇങ്ങോട്ട് വെറ്റി വാ, നമുക്ക് ഷവറിൻ്റെ ചോട്ടി പോയിന്ന് കുളിക്കാമെന്ന് പറയണേ. ഇന്നാൾ തൊട്ട് എൻ്റെ മനസ്സുള്ള ആഗ്രഹം എന്ന് പറയാം. ഈ നായൻ നീ എന്തൊക്കെയാ പറയണേ, എന്തൊക്കെ വൃത്തികേടാ പറയണേന്ന് ചോദിക്കും. വൃത്തികേടാ? ഞാൻ പറഞ്ഞാണോ വൃത്തികേട്? ആ ഷവറിൻ്റെ ചോട്ടി പോയിന്ന് കുളിക്കാം, ഇങ്ങോട്ട് വാ ആദർശേട്ടാന്ന് പറഞ്ഞിട്ട് ആദർശനോട് വിളിച്ചോണ്ട് പോവാണ്. ആദർശ് കൈ എന്നൊക്കെ പിടിക്കാൻ ശ്രമിക്കുന്നത്. നയന നീ എന്തായി കാണിക്കണം എന്നൊക്കെ. പക്ഷെ നയനെ കൈ വിടുന്നില്ല. ആദർശം പിടിച്ചോണ്ട് ആ ഷവറിൻ്റെ കീഴിലേക്ക് അങ്ങോട്ട് പോയി നിൽക്കുകയാണ്. ഷവറിൻ്റെ കീഴെ പോയി നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും വെള്ളം വീണ് നനഞ്ഞ് രണ്ടുപേരും കൂടെ കണ്ണിക്കണ്ണി നോക്കി നിൽക്കുകയാണ്. ആദർശിന് പെട്ടെന്ന് എന്തോ ഒരു തോന്നി. ആദർശ് ഞെട്ടി അങ്ങോട്ട് എഴുന്നേക്കുവാണ്. അത് വെറും സ്വപ്നം മാത്രമായിരുന്നു അത്ര സമയം കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സ്വപ്നത്തിന് ഞെട്ടി എഴുന്നേറ്റിരിക്കുമ്പോൾ നയനുള്ള ചായയൊക്കെ ആയിട്ട് വന്ന് നിൽക്കുകയാണ്. എന്നാൽ ആദർശേട്ടാ ചായ എന്ന് പറയാണ്. അപ്പോൾ ഈ ആദർശന് ഞെട്ടലും ചാടിയേക്കലും ഒക്കെ ഉണ്ടായിരുന്നു. എന്ത് പറ്റിയത് ആദർശേട്ടാ, എന്താന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല, എന്തോ കാര്യമുണ്ട്, ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു പറയും. അതാ ഞെട്ടി എഴുന്നേറ്റെ. സ്വപ്നത്തിൽ നീ എനിക്ക് സമാധാനം തരില്ലല്ലോ അല്ലേന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ നായനടുത്തോ, അപ്പോൾ സ്വപ്നത്തിലും തന്നെ കണ്ടിട്ടുണ്ട്, അപ്പം എന്നെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടല്ലേന്ന് ചോദിക്കണം.
ആദർശൊന്നും മിണ്ടിയില്ല, ഒരു ചമ്മല് പറയാനിട്ട്. അല്ല, എന്ത് സ്വപ്നമാ കണ്ടേ? എന്നോടും കൂടെ ഒന്ന് പറ, ഞാനും കൂടെ ഒന്ന് അറിയട്ടെ എന്ന് പറയണം. വേണ്ട, അത് എന്നോടൊന്നും പറയാൻ പറ്റില്ല. അപ്പം എന്നെക്കുറിച്ച് അത്ര നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ടേ. പിന്നെ ഈ നീരാടുന്ന കാര്യം അങ്ങനെയൊക്കെ ആദർശ് പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പം എനിക്ക് തോന്നി കുളിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കാര്യമോ കണ്ടേക്കുന്നത്. വെറുതെ അല്ല ആദർശമായിട്ട് ഇങ്ങനെ ഞെട്ടി എഴുന്നേച്ചേക്കുന്നത്. നയന പറഞ്ഞു, ഓ അപ്പോൾ കുളിസീൻ ഏതാണ്ടാ കണ്ടിട്ടില്ലേ? വെറുതെ അല്ല ആ ഞെട്ടി എഴുന്നേറ്റെന്ന് പറയും. നീ കൂടുതൽ എന്നോട് പറയണ്ട, അങ്ങോട്ട് പൊക്കേന്ന് പറയാണ്. എന്താ ആദർശേട്ടാ? ഓ പിന്നെ ആദർശേട്ടൻ പറയുന്ന പോലെ അല്ലേ എന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ. ആദർശേട്ടന് സ്വപ്നത്തിൽ പോലും എന്നെ കണ്ട ദേഷ്യമല്ലേ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് ആരോടും ദേഷ്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അതെനിക്കറിയാലോ ദേഷ്യമൊന്നും ഇല്ലയെന്ന്. ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയണം. എന്നിട്ട് നയനെ അങ്ങോട്ട് ഇറങ്ങിപ്പോവാ. ഈ സമയത്ത് ആദർശ് ഓർക്കുക, എൻ്റെ ദൈവമേ ഏത് സമയത്താണോ എന്തോ. അങ്ങനെയൊക്കെ ഓർത്തുകൊണ്ട് പിന്നെ ആദർശിരിക്കുക. ഇതിന് ശേഷം കാണിക്കുന്നത് ദേവേനി അടുക്കളയിലേക്ക് ചെല്ലുവാണ്. അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മീനാക്ഷി ഇരിക്കുന്നുണ്ടോ. മീനാക്ഷി ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇവളെങ്ങനെ ഈ അടുക്കള കയറിയത്? അത് കൊള്ളാലോ. ഇവിടെ ആരാ അടുക്കള കയറാൻ വന്നത്? ഇവൾ എപ്പോഴാണ് വന്നതെന്നൊരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പെട്ടെന്ന് ചോദിച്ചു, അല്ല നീ എന്തിനാ ഈ അടുക്കളയിൽ കയറിയത്? നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞല്ലേ നിന്നോട് ഇങ്ങോട്ട് മേലെ ജോലിക്ക് വരണ്ടെന്ന്. പിന്നെ നീ ആര് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേ? ഓ നയനെ വിളിച്ചായിരിക്കുമല്ലേ എന്ന് പറയണം. അത് കൊച്ചമ്മേ എന്നെ ആരും വിളിച്ചിട്ടില്ല എന്ന് പറയണം. പിന്നെ കള്ളത്തരം പറയില്ലെന്ന് പറയണ. നയനെക്കൊച്ച് പാവാ, അവളെ ചീത്തയൊന്നും പറയരുത്. എന്നെ അവൾ വിളിച്ചിട്ടൊന്നും അല്ല ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയണം. ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഹാളിലേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് നയനെ അവിടെ തുടച്ചുകൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു. അടുത്താണെങ്കിൽ ജലജയുണ്ട്. ജലജ പറഞ്ഞു, ദേഹമാണെങ്കിൽ അവൾക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. അവൾ നിന്ന് ചെയ്യുന്ന കണ്ടില്ലെന്ന് ചോദിച്ചുകൊണ്ട് ജലജ വന്ന് നയനേനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവേനെ അങ്ങോട്ട് വരുന്നത്. ദേവേനെ വന്നിട്ട് ചോദിച്ചു, അല്ല നീ എന്ത് അധികാരത്തിൻ്റെ പേരിലടി ആ ചെയ്തു വെച്ചേക്കെന്ന് ചോദിക്കുകയാണ്. എന്താമ്മേ ഞാൻ എന്ത് ചെയ്തെന്നാ ചോദിക്കുന്നേ? നിനക്കൊന്നും അറിയത്തില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. അമ്മ ഞാൻ എന്ത് ചെയ്തു? നീ അടുക്കളയിൽ എന്താ കാണിച്ചു വെച്ചേക്കെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് നയനെ ഓർത്ത്, എന്താ ഇനി അടുക്കളയിൽ വല്ലതും വെച്ചിട്ട് കരിഞ്ഞു പോയി എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും സംഭവമാണോ? അപ്പോൾ കനക പറഞ്ഞു, ജലജ പറഞ്ഞു, അവളുടെ നിപ്പ് കണ്ടില്ല, ഒന്നും അറിയത്തില്ലാത്ത മട്ടില് എന്ന് പറയാണ്. അപ്പോൾ അവൾക്ക് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അവൾ നിൽക്കുന്നു. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവൾ നിൽക്കുന്ന കണ്ടില്ല ദേവേനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മുത്തശ്ശി അങ്ങോട്ട് വരുന്നത്. മുത്തശ്ശി വന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാ അവളെ വഴക്ക് പറയുന്നത് ചോദിക്കുകയാണ്. ജലജ പറഞ്ഞു, പിന്നെ അവളെ വഴക്ക് പറയുന്നത് ഈ വീട്ടിലെ ജോലികളൊക്കെ അവൾക്ക് ചെയ്യാൻ മടിയാ. ഇപ്പം തന്നെ കണ്ടില്ലേ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ എന്ന് ചോദിക്കണം. ജലജ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ആകെപ്പാടെ തുറക്കുന്ന ഫുഡ് കഴിക്കാനും ഇതുപോലെ ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും മാത്രമാണ്. അല്ലാതെ നിന്നെക്കൊണ്ട് എന്തിനേലും ഒരു ഉപകാരമുണ്ടോ ഈ വീട്ടിൽ? നയനമോളിലെ ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നത് നീ വെറുതെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് പുറകെ നടക്കുന്നതല്ലാതെ ഒരു ഗ്ലാസ് എങ്കിലും കഴുകി വെക്കുമോ? എന്നിട്ട് അവൾ രാവിലെ ഇറങ്ങിയിരിക്കുന്നു, എൻ്റെ വായിന്നൊന്നും കേൾക്കല്ലെന്ന് പറയണം. അമ്മ എന്തറിഞ്ഞിട്ടേ പറയണേന്ന് ചോദിക്കുകയാണ്. അമ്മ ദേവേനോട് പറഞ്ഞു, നീ കൂടുതലൊന്നും പറയണ്ട, അറിയാലോ ഇവിടെ എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാം ഇവിടെ ആരാ പണിയുന്നത് ആരാ പണിയുന്നില്ല എന്നൊക്കെ. ഈ സമയത്ത് പറഞ്ഞു, ഇടി നീ അടുക്കളയിലേക്ക് പോയി നോക്കാനും നിന്നോട് പറഞ്ഞ് ദേവേനെ പിന്നെയും പറയണം. അതിനടുത്ത് എന്താണെന്നോർത്ത് അടുക്കളയിലേക്ക് ഇങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയം ജലജയോട് ദേവേനെ പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ മരുമോളെ പോലെയല്ല എൻ്റെ മരുമോള്. നിന്റെ മരുമോൾ അവിടെ കാലും കയറ്റി വെച്ചിരിക്കുള്ളൂ. പക്ഷേ എൻ്റെ മരുമോൾ അങ്ങനെയല്ല, അവൾ ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്ന. പിന്നെ അവളോട് ഞാൻ ഇപ്പോഴിങ്ങനെ പറഞ്ഞോർത്തോണ്ട് അവൾ ജോലിയൊന്നും ചെയ്യായില്ല, നിനക്കത് അറിയാലോ എന്ന് പറയണം. അങ്ങനെ അടുക്കളയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ മീനാക്ഷി ഇരിക്കുന്നുണ്ട്. അയ്യോ മീനാക്ഷി ചേച്ചിയോ, ഇതെപ്പോൾ വന്നെന്ന് ചോദിക്കുകയാണ്. അത് മോളെ ഞാൻ അമ്മ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരണ്ടാന്ന്. അത് മോളെ വീട്ടിലെ കഷ്ടതകളൊക്കെ അറിയാലോ. എനിക്കറിയാം ചേച്ചി, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇന്നാൾ തന്നെ അറിയാലോ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായെന്ന്. എന്നിട്ട് വീണ്ടും ചേച്ചി ഇങ്ങോട്ട് വന്നത് അത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോവാണ്. നയനയ്ക്കും വല്ലാത്ത വിഷമമായിരുന്നു, ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുന്നത്. ചെന്നപ്പോൾ ദേവേനി പറയാം, അവളെ ഞാനിവിടുന്ന് പറഞ്ഞു വിട്ടതായിരുന്നു അന്നത്തോടു കൂടി. അതെങ്ങനെയാ? ഇവൾക്ക് സപ്പോർട്ടായിട്ട് വീണ്ടും അവൾ വന്നതായിരിക്കും. ഇവളാണല്ലോ ഇപ്പോൾ അവളുടെ പുതിയ കൊച്ചമ്മ, അതുകൊണ്ട് ഇവള് വിളിച്ചു പറഞ്ഞ് അവൾ വന്നതായിരിക്കും എന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, ദേവേനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നയനമോളെ ഇതിലൊന്നും ഉൾപ്പെടുത്തരുത്. അവൾ നിങ്ങളോട് പറഞ്ഞിട്ടല്ലോ ഓരോ ജോലികൾ ഈ വീട്ടിലെ ചെയ്യുന്നത്, സ്വന്തമായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് മോൾ ഒരു കാരണവശാലും മീനാക്ഷിനെ ഇങ്ങോട്ട് വിളിക്കുന്നില്ല. ഇനി വിളിച്ചാൽ എന്താ, മീനാക്ഷി ഇവിടെ വന്നത് നല്ല കാര്യമല്ലേ? അവളും കൂടെ കൂടിയിട്ട് ഈ വീട്ടിലെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കില്ലേ? മോൾക്കൊരു ആശ്വാസമല്ലോ എന്ന് ചോദിക്കണം. പിന്നെ ആശ്വാസമാണ്, ഇവൾ തന്നെ വേണം ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാനായിട്ട്. അതിനിവിടെ വേലക്കാരുടെ ആവശ്യമൊന്നും ഇല്ലയെന്ന് പറയണം. ഇവൾ തന്നെ ചെയ്തോളാം എന്നോട് പറഞ്ഞിട്ടാ ഇവളിവിടെ നിൽക്കുന്നതെന്ന് പറയണം. ഒരു നിമിഷം മുത്തശ്ശി വരെ ഞെട്ടിപ്പോയി. ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ് അങ്ങോട്ട് ഇറങ്ങി വരുന്നേ. ആദർശ് കേട്ടി ഈ പറഞ്ഞൊക്കെ. ആദർശ് പെട്ടെന്ന് പറഞ്ഞ, അമ്മ എന്തറിഞ്ഞിട്ടേ പറയണത്? ഈ വീട്ടിൽ എന്തൊക്കെ ജോലികളുണ്ടെന്ന് അറിയാവോ? ഒരാൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ജോലികളാണോ ഇവിടെ നയന ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കുവാണ്. ഇത് കേട്ടതും ദേവേനി ജലജ ആകെപ്പാടെ ഞെട്ടിത്തെരിച്ച് നോക്കുവാണ് ആദർശിനെ. അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട്
വൈകുന്നേരത്തെ പ്രൊമോയി വരാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.